ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 2 ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇത് ഇന്നലത്തെ വ്ളോഗും അതുപോലെ ഇന്നത്തെ വ്ളോഗും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു കുഞ്ഞു വീഡിയോയാണ് കേട്ടോ. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്നും പറയുന്നത് പോലെ ആദ്യമായി നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് അയക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് ഇന്നലെ രാവിലെ കൊച്ചിനെ കലോത്സവത്തിന് കൊണ്ടുപോയിട്ടുള്ള കുറച്ച് വീഡിയോയാണ് കേട്ടോ ആദ്യം കാണിക്കുന്നത്. ബാക്കി ഇന്നത്തെ വിശേഷമുണ്ട്. ഇന്ന് നമ്മളൊരു ഉച്ചയൂണ്, അതായത് പൊതിച്ചോറൊക്കെ കിട്ടിയിട്ടുണ്ട് ഉള്ളൊരു വീഡിയോയും കൂടെ ഇതിൻ്റെ ബാക്കിലുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇത് ഫുള്ള് ഞാൻ എടുത്തിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ എടുത്തതാണേ. അപ്പോൾ രാവിലെ നമ്മളൊരു 7:30 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഇവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. കടയ്ക്ക് ചിതറയിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ പരിപാടി. അപ്പോൾ കൊച്ചിന് പദനിർമ്മാണം ഉണ്ടായിരുന്നു, അറബിക്കിൻ്റെ പദനിർമ്മാണമായിരുന്നു കേട്ടോ. അവളുടെ പ്രോഗ്രാം അതായിരുന്നു. അപ്പോൾ അത് 1 മണിയോടെ ഒക്കെ ആയപ്പോഴത്തേക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ അവിടെ നിന്നൊരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാനിങ്ങ് പോന്നു കേട്ടോ. ഞാനും കൊച്ചിനെയും കൊണ്ടിങ്ങ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും സമയം, ഒരുപാട് സമയം ഇരുട്ടിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ അവളുടെ പ്രോഗ്രാം കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് പോന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കുറച്ചെടുത്തിട്ടുള്ള വീഡിയോയാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പോയി ഒരു 11 മണി 11:30 12 മണിയൊക്കെ ആയപ്പോഴത്തേക്കും അവിടെ എഴുത്തിന് കയറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടും ഒത്തിരി സമയം കഴിഞ്ഞൊരു 1 മണിക്കൂർ അടുപ്പിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അവർ എഴുതാനൊക്കെ തുടങ്ങിയത്. അപ്പോഴത്തേക്ക് ഇപ്പുറത്ത് അറബിക്കിൻ്റെ പദ്യം ചൊല്ലലും ഒക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവളാണ് ആ അങ്ങേയറ്റത്തിരിക്കുന്നത് കേട്ടോ. ആ പിങ്ക് കളർ ഇട്ടിരിക്കുന്നതിൻ്റെ എനിക്ക് തൊട്ടപ്പുറത്തിരിക്കുന്നത് കൊച്ചായിരുന്നു. അങ്ങനെ അവളുടെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിരുന്നപ്പോഴത്തേക്കും ഫുഡിൻ്റെ സമയമായി കേട്ടോ. അപ്പോൾ UP-യിലായിരുന്നു കേട്ടോ. പിന്നെ UP-യിൽ വന്ന് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. ട്യൂഷൻ സെൻറ്ററിലും അതുപോലെ സ്കൂളിലും ഞങ്ങൾക്ക് കമ്മ്യൂണിറ്റി ഹാളിലായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇപ്പുറത്ത് സ്കൂളിൽ വന്നിട്ടാണ് ഫുഡൊക്കെ കഴിച്ചത്. അപ്പോൾ നല്ല ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ. ചോറും സാമ്പാറും മോരുകറിയും അതുപോലെ എന്തോ ഒരു തോരനും മാങ്ങാച്ചാറും ഒരു തീയലും പടവലങ്ങയും പടവലങ്ങയും മുരിങ്ങക്കായും ഒക്കെ ഇട്ടിട്ടുള്ളൊരു തീയലും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചു. പിള്ളേരവിടെ കളിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ കിട്ടിയപ്പോഴത്തേക്കും പിന്നെ എല്ലാവരും മറന്ന് കളിയും കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അടുത്ത പ്രോഗ്രാം തുടങ്ങുന്ന സമയമായപ്പോഴത്തേക്കും ഞങ്ങൾ വീണ്ടും കമ്മ്യൂണിറ്റി ഹാളിലേക്ക് തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. അവിടം വരെയായിരുന്നു ഇന്നലത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളാണ് ഇനി അങ്ങോട്ട് കാണിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ അടുപ്പിലെ ചാരമൊക്കെ വാരി ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം തീയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ രാവിലെ സാമ്പാറായിരുന്നു. നമ്മുടെ പരിപ്പില്ലാത്ത സാമ്പാറായിരുന്നു കേട്ടോ. പരിപ്പില്ലെങ്കിൽ ഞാൻ സാമ്പാർ ഉണ്ടാക്കാറുണ്ട്. കുറച്ച് ഉരുളക്കിഴങ്ങും കുറച്ച് വെണ്ടക്കായൊക്കെ അധികം ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ കാപ്പിക്ക് ഉണ്ടാക്കുന്ന സാമ്പാറാണെങ്കിൽ ഒരുപാട് പുളി ഞാൻ ചേർക്കാറില്ല, കുറച്ച് പുളിയേ ചേർക്കത്തുള്ളൂ. ഒരു പേരിന് വേണ്ടിയിട്ടുള്ള പുളിയേ ചേർക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ റെഡിയാക്കി ഞാൻ അടുപ്പിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ചായക്കുള്ള കാര്യങ്ങളും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ദോശ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട്. കണ്ടില്ലേ, പരിപ്പില്ലെങ്കിലും നമുക്ക് സാമ്പാർ ഉണ്ടാക്കാനായിട്ട് പറ്റും എന്ന് കണ്ടില്ലേ. അപ്പോൾ പിന്നെ അതിന് കുറച്ച് താളിച്ചൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എല്ലാവർക്കും കാപ്പിയൊക്കെ കൊടുത്തു. കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ 40ാം കത്തത്തിൻ്റെ വീഡിയോ ആയിരുന്നു ലാസ്റ്റ് ഇട്ടത് കേട്ടോ. അത് ആരുടെ നേർച്ചയായിരുന്നു എന്നൊക്കെ ചോദിച്ചു, ആരുടെ വീടാണെന്ന് ചോദിച്ചു. അപ്പോൾ അത് വാപ്പാടെ ചേട്ടൻ്റെ വീടാണ് കേട്ടോ. അപ്പോൾ വല്യമ്മാടെ, അതായത് ചേട്ടൻ്റെ വൈഫിൻ്റെ വല്യമ്മാടെ ഉമ്മ മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ 40ാം ഖത്തം അതായിരുന്നു കേട്ടോ. അപ്പോൾ എന്തിൻ്റെ നേർച്ചയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റ് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വല്യമ്മ എന്ന് പറയുമ്പോൾ ആരാണ് എന്നൊക്കെ ചോദിച്ചിട്ട്, വല്യമ്മ എന്ന് പറയുമ്പോഴത്തേക്കും വല്യാപ്പാടെ വൈഫ് കേട്ടോ. അങ്ങനെയാണ് അതിൽ കമൻറ്റ് അത് തന്നെയായിരുന്നു കേട്ടോ. ആരാണ്, ആരുടെ വീടാണ്, പിന്നെ നേർച്ച എന്ന് പറയുമ്പോൾ എന്താണ്, എങ്ങനത്തെ നേർച്ചയാണ്, ആരുടെ ഖത്തമാണ് എന്നൊക്കെ ചോദിച്ചാൽ ഒത്തിരി കമൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് സംഭവം. വല്യമ്മയുടെ ഉമ്മയുടെ ഖത്തമായിരുന്നു. വല്യമ്മയുടെ ഉമ്മ മരിച്ചിട്ട് അന്ന് 40ാമത്തെ ദിവസമായിരുന്നു. ക്ലിയറായി എന്ന് വിചാരിക്കുന്നു കേട്ടോ.
അപ്പോൾ ദേ ഞാൻ ദോശയൊക്കെ എല്ലാവർക്കും കൊടുത്തു, നമ്മളും കാപ്പിയൊക്കെ കുടിച്ചു. ഇന്ന് ഞാൻ കൊച്ചിനെ വിട്ടിട്ടില്ല, ചെറിയ പനിയുണ്ട് കേട്ടോ, വീണ്ടും പനിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ പോയി കാറ്റൊക്കെ അടിച്ചതിൻ്റെ ആണോ എന്ന് അറിയത്തില്ല, വണ്ടിയിലൊക്കെ ഇരുന്നിട്ടേ, രാവിലെ പോയതല്ലേ നമ്മൾ. അപ്പോൾ അതേ ഞാൻ മീൻ കറിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയൊക്കെ തിരുമ്മി എടുക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് പൊതിച്ചോറാണ് ഞാൻ കാണിക്കുന്നത്. അത് കണ്ടില്ലേ, ഒരു മുട്ടക്കാട്ടം മുളകിരിക്കുന്നത് കണ്ടില്ലേ, അത് നമ്മുടെ ക്യാപ്സിക്കമാണ് കേട്ടോ. ക്യാപ്സിക്കം അന്ന് മേടിച്ചപ്പം പച്ചയായിരുന്നു, പക്ഷേ ഇപ്പോൾ അതിരുന്നങ്ങ് പഴുത്തു. ഇനിയിപ്പോൾ അതിൻ്റെ വിത്ത് എടുക്കണം എന്നാണ് എൻ്റെ ഒരു പ്ലാൻ. അത് കിളിക്കുമോയെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇടയ്ക്ക് ഇവിടെ ഇങ്ങനെ ഞാനത് പാകിയിട്ട് എൻ്റെ തൈ വന്ന് നല്ല ഉഷാറായി പിടിച്ച് വന്നിട്ട് പിന്നെ അത് പട്ടിയൊക്കെ കയറി അത് ഒടിച്ച് പന്നലാക്കിയിട്ടിട്ട് പോയി കേട്ടോ. മുളകൊന്നും പിടിച്ചിട്ടില്ല, പക്ഷേ നല്ല രീതിയിൽ അത് വളർന്നിട്ടുണ്ടായിരുന്നു. നല്ല നന്നായിട്ട് കൊഴുത്ത് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് പോയി. അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ നമുക്കൊന്ന് നട്ട് നോക്കാവേ. പിന്നെ ഇന്ന് വെക്കുന്നത് ഇതേ പയർ തോരനാണ്. തോരനല്ല, മെഴുക്കുരട്ടിയാണ്. നമ്മൾ അച്ചിങ്ങ പയറിൻ്റെ ചെറുതുണ്ടല്ലോ, ചെറുതാണ് കേട്ടോ ഇത്. അപ്പോൾ അത് വെച്ചിട്ടുള്ളൊരു മെഴുക്കുരട്ടിയും പിന്നെ ഉരുളക്കിഴങ്ങ് തോരനും ചമ്മന്തിയും മുട്ടയൊന്നുമില്ല, നമ്മുടെ മീൻ പൊരിച്ചതും ഒക്കെ ആയിട്ടുള്ളൊരു എന്താ പൊതിച്ചോറാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം മീൻകറിയുടെ കാര്യങ്ങളും കൂടെ നോക്കുന്നുണ്ട്. കുറച്ച് മുളകും മല്ലിയൊക്കെ ഒന്ന് ചൂടാക്കി ഒന്ന് വറുത്തെടുത്തതിന് ശേഷം ഞാൻ തേങ്ങയൊക്കെ അരപ്പൊക്കെ കൂട്ടി മീൻകറിയുടെ കാര്യമെല്ലാം അവിടെ ഞാൻ റെഡിയാക്കി അടുപ്പിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അരപ്പൊക്കെ കലക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം മെഴുക്കുരട്ടി ഉണ്ടാക്കാനായിട്ട് പോവാണ്. അപ്പോൾ അതേ വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ട് പൊട്ടിച്ചു, പയറിട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് പച്ചമുളകും സവോളയൊക്കെ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി അതങ്ങ് അടച്ചു വെച്ച് കൊടുക്കാവേ. പിന്നെ മീൻ കണ്ണൻ അയലയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചെറുതാണ്, അതൊക്കെ ഒന്ന് കറിക്ക് വേണ്ടി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വറുക്കാനുള്ള മീൻ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ പയർ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്, നല്ല ഒന്ന് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി ഒന്നും കൂടെയൊക്കെ ആ പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം നമ്മൾ ആ മെഴുക്കുരുട്ടി ഇവിടെ റെഡി ആയപ്പോൾ ഞാനതൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉരുളക്കിഴങ്ങ് ഇരിപ്പുണ്ട്, അതൊന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. ഒന്ന് ഫ്രൈ പരുവത്തിനാക്കി എടുക്കാമെന്നൊക്കെ വിചാരിച്ചെങ്കിലും അത് നടക്കത്തില്ല. ഞാൻ വിചാരിച്ച് തോരനാക്കാന്നേ. അപ്പോൾ ദേ ഉരുളക്കിഴങ്ങും ഒരു വലിയ ഉരുളക്കിഴങ്ങായിരുന്നു കേട്ടോ, അതും ഒരു സവോളയും കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതൊന്ന് വെള്ളം ഒഴിച്ച് വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതേ നമ്മുടെ മീനിൽ മസാലയൊക്കെ പൊരിക്കാനായിട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് നമ്മുടെ ഉരുളക്കിഴങ്ങ് തോരന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള അരപ്പ് 2 പച്ചമുളക്, 3-4 അല്ലി വെളുത്തുള്ളി, തേങ്ങ, ഇത്രയാണേ. എന്നിട്ട് അതൊന്ന് ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് മീനൊക്കെ ഫ്രൈ ആക്കി എടുത്തിട്ടോ. എനിക്ക് ഈ കരിയപ്പല ഉണ്ടല്ലോ ഇങ്ങനെ വറുത്ത് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്, അത് മീൻ പൊരിച്ചതിലിട്ടിട്ട്. അപ്പോൾ ഇതേ നമ്മുടെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഉരുളക്കിഴങ്ങിൽ. അതിലേക്ക് നമ്മൾ അരപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഉരുളക്കിഴങ്ങിൻ്റെ തോരൻ, മെഴുക്കുരട്ടി, വറുത്തത് എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. സാമ്പാറിൽ കിടക്കുന്ന ഉരുളക്കിഴങ്ങും ഞാൻ തപ്പുന്നത് സാമ്പാറിലെ ഉരുളക്കിഴങ്ങും അതുപോലെ അമരപ്പയർ ഒട്ടുമിക്ക ആൾക്കാർക്കും ഇഷ്ടമല്ല, പക്ഷേ എനിക്ക് അമരപ്പയർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സാമ്പാറിൽ കിടക്കുന്നത് പ്രത്യേകിച്ച് ഞാൻ തിരഞ്ഞ് പറക്കി കഴിക്കാറുണ്ട്. പിന്നെ ഇതേ നമ്മൾ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ തോരൻ അവിടെ റെഡിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ടേ. അപ്പോൾ ആദ്യം നമ്മൾ വെളിച്ചെണ്ണയിലെല്ലാം ഒന്ന് വഴറ്റിയെടുത്തത്, ലാസ്റ്റ് ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 2 കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് നമ്മളങ്ങ് അടച്ച് വെച്ച് കൊടുക്കാം. ഇതിനിടയ്ക്ക് മീൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഒരു ചമ്മന്തി അരയ്ക്കണം, മുട്ടയില്ല പൊരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും മുട്ടയില്ലാത്ത ഒരു പൊതിച്ചോറാവട്ടെ. അങ്ങനെ ദേ നമ്മൾ ചോറും കറികളും ചമ്മന്തിയും, ഞാനൊരു ചമ്മന്തിയും കൂടെ അരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പച്ചമുളക് നിറയെ പച്ചമുളകൊക്കെ ഇട്ടിട്ടുള്ളൊരു ചമ്മന്തി. കാന്താരി മുളകില്ലായിരുന്നു, കാന്താരി മുളകാണെങ്കിൽ ചമ്മന്തിക്ക് ഒന്നും കൂടെ ടേസ്റ്റ് കിട്ടിയത്. അപ്പോൾ നമ്മൾ ചമ്മന്തിയൊക്കെ അരച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇലയൊക്കെ കൊണ്ടുവന്ന് ഒന്ന് വാട്ടിയതിന് ശേഷം ചോറൊക്കെ ഇട്ടു. വലിയ പൊതിച്ചോറായിട്ടാട്ടോ ഞാൻ കെട്ടി വെച്ചത്. അപ്പോൾ നമ്മൾ ഉണ്ണുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല, ഞാനിങ്ങനെ കെട്ടി വെച്ചു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങ് തോരനും നല്ല ചമ്മന്തിയും നല്ല പച്ചമുളകൊക്കെ വെച്ച് അരച്ച ചമ്മന്തിയും മീൻ വറുത്തതും പയർ മെഴുക്കുരട്ടിയും ഒക്കെ ആയിട്ട് ഞാനിതങ്ങ് പൊതിഞ്ഞങ്ങ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അസ്സലാമു അലൈക്കും.